നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ശ്രീ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു വീഡിയോ ക്ലിപ്സ് കാണാനിടയായി. അതിനിടയിൽ മിസ്റ്റർ സിദ്ദിഖിനെ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കുറച്ച് കാലം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേർക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഓർമ്മയുണ്ടെന്നും എത്ര പേര് അതിനെതിരെ ആക്ഷൻ എടുത്തുവെന്നും ഒരു ഐഡിയയുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചാനലുകൾ മൊത്തം ഇതിന് പിന്നാലെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുകയോ അതിനെതിരെ ആക്ഷൻ എടുത്തോ എന്ന് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് പുതിയ പുതിയ ന്യൂസുകൾ വരുമ്പോൾ ഇതെല്ലാം അവരുടെ സൈഡിലാക്കി ഡസ്റ്റ്ബിന്നിലിടുന്നു. കുറച്ച് നാൾ മുമ്പ് അമ്മ എന്ന സംഘടന AMMA അങ്ങനെ പാടില്ല എന്നാണ് ശ്രീ MP പറഞ്ഞത്. അതുകൊണ്ട് അമ്മ എന്ന സംഘടന അമ്മയുടെ പ്രസിഡന്റ് രാജിവെക്കുകയും വൈസ് പ്രസിഡന്റ് എല്ലാവരും രാജിവെക്കുകയും ചെയ്തു. അതിൽ ഉണ്ടായിരുന്ന മിസ്റ്റർ സിദ്ദിഖ് ഒരു പെൺകുട്ടിയുടെ ആരോപണത്തിനെതിരായിട്ട് രാജിവെച്ച് മാതൃകാ പുരുഷോത്തമനായിട്ട് നിന്നു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു അദ്ദേഹം ഒരു മാന്യനാണല്ലോ, എന്തോ ഒരു കേസ് വന്നപ്പോഴേക്കും രാജിവെച്ചു എന്ന്. പക്ഷേ പിന്നീട് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തപ്പോഴെല്ലാം ഈ മഹാൻ എവിടെയായിരുന്നു? ഏത് പൊത്തിനുള്ളിലാണ് ഈ മഹാൻ ഒളിച്ചിരുന്നത്? ഇപ്പോൾ ഇന്നലെ വന്നിരുന്ന് ചിരിക്കണം കണ്ടപ്പോൾ ആ ഒരു കേസ് എവിടെ? ഒരു പെൺകുട്ടി കൊടുത്ത കേസ് ഉണ്ടായിട്ട് പോലും ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു നാടായി പോയില്ല നമ്മുടെ നാട്. അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി നടന്നു. ഇവിടെ മൊത്തം പോലീസുകാർ അദ്ദേഹത്തിന് എതിരെ തപ്പി നടക്കുക. ശ്രീ മുകേഷ് MLA ആണ്. അദ്ദേഹം ഇപ്പോഴും MLA ആണ്. മുകേഷ് വീട്ടിൽ നിന്ന് BMW ഇറങ്ങുമ്പോൾ പിന്നിൽ റിപ്പോർട്ടർ ചാനൽ ക്യാമറയായിട്ട് ഓടി. മുകേഷിനെ കണ്ടുകിട്ടിയില്ല. റിപ്പോർട്ടർ ചാനൽ വേറൊരു വഴിക്കും പോയി, മുകേഷ് വേറൊരു വഴിക്കും പോയി. ഇപ്പോൾ മുകേഷിന്റെ കേസ് എന്താണ്? ഇടവേള ബാബുവിന്റെ കേസ് എന്താണ്? അങ്ങനെ പല പല നടന്മാർക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എവിടെ? പ്രമുഖ നടിയെ കാറിൽ വെച്ച് ഒരു കേസുണ്ടല്ലോ, അതിനെ തുടർന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത്. ആ കേസ് ഇപ്പോൾ എവിടെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സത്യത്തിൽ എന്തായിരുന്നു? എന്ത് ആക്ഷനാണ് ഇവിടെ നടന്നത്? ഇത്രയും വലിയൊരു നടൻ സിദ്ദിഖിനെതിരെ ഒരു ആക്ഷൻ ഇതുവരെ എടുക്കാൻ ഈ ഗവൺമെന്റിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സിദ്ദിഖിന് ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിഞ്ഞു. ഇപ്പോൾ ആ കേസ് എന്തുകൊണ്ട് ആ കേസ് ആരും കുത്തിപ്പോക്കുന്നില്ല? മീഡിയക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആക്ഷൻ ഉണ്ടാകുന്നവരെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കൂ. സിദ്ദിഖിനെതിരെ എന്ത് ആക്ഷനാണ് ഗവൺമെന്റ് ഇവിടെ നടത്തിയത്? അല്ലെങ്കിൽ കോടതി എന്ത് ആക്ഷനാണ് നടത്തിയത്? ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ട് ഒരു ആക്ഷനും ഇല്ല. ലുക്കൗട്ട് നോട്ടീസ് വന്നു, സിദ്ദിഖ് രക്ഷപ്പെട്ടു. അതിനിടയിൽ നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. പക്ഷെ നിവിൻ പോളി അതിൽ സത്യസന്ധനാണെന്ന് തെളിഞ്ഞു. അങ്ങനെ മിസ്റ്റർ സിദ്ദിഖ് നിങ്ങൾ തെളിയിച്ചിട്ട് നിങ്ങൾ വന്ന് മീഡിയയുടെ മുമ്പിൽ നിന്ന് ചിരിക്കൂ, കള്ളത്തരം പറഞ്ഞ് ചിരിക്കൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കേസ് എന്താണെന്ന് നോക്കൂ. ശ്രീ നിവിൻ പോളി ചെയ്ത പോലെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളല്ല ആ കുറ്റക്കാരനെന്ന് പറയാൻ? കഷ്ടം തന്നെ. ഈ ലോകത്തിന്റെ പോക്കം കാണാം. കാശുണ്ടെങ്കിൽ കേസൊന്നുമില്ല എന്നാണോ?